ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും തണ്ണിമത്തനും അതേപോലെ തന്നെ ഒരു കട്ട് ചെയ്ത ഒരു പീസും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് എക്സിബിഷൻ ടൈമിനും അതായത് അവർക്ക് തനിയെ ചെയ്യാനും തക്കതായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടുന്ന ഐറ്റം എന്ന് വെച്ചാൽ വെറുതെ ഹെയർ ബാൻഡും അതുപോലെ തന്നെ കുറച്ചും കൂടി വീതിയുള്ളതാണെങ്കിൽ കുറച്ചും കൂടി വലിയൊരു ഐറ്റം ചെയ്യാൻ പറ്റും. ഇത് ചെറിയൊരു മിനി തണ്ണിമത്തനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഹെയർ ബാൻഡ് അത് നമ്മൾ തിരിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് അത് തച്ചെടുക്കുകയാണ്. ഇതുപോലെ തച്ചിട്ട് അത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. തയ്ക്കുകയെന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് സൂചി കുറച്ച് ഡിസ്റ്റൻസിലിട്ട് തച്ചെടുക്കുകയാണ്. ഇത് തിരിച്ചിടുമ്പോഴത്തേക്ക് കണ്ടില്ലേ, കറക്റ്റ് നമുക്ക് ആ ഒരു കളറിൻ്റെ ഒരു കണ്ടില്ല, കറക്റ്റ് നമുക്ക് ആ ഒരു കളറിൻ്റെ സെയിം നമുക്കത് തോന്നത്തക്ക വിധത്തിലുള്ള ഹെയർ ബാൻഡാണ്. വളരെ ഡാർക്കായിട്ടുള്ളതല്ല, ലൈറ്റ് കളറിലെ ഹെയർ ബാൻഡ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി 2 ഹെയർ ബാൻഡ് ഒരുമിച്ച് തച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കുംബർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ പല മോഡൽ പല രീതികളിൽ പല വേസ്റ്റ് ഐറ്റംസുകളിൽ നിന്ന് ചെയ്ത് കാണിച്ചു. ഇതെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എക്സിബിഷൻ ടൈമിന് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇത് വെറുതെ തുന്നി തച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, റൗണ്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് തച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കോട്ടൺ പഞ്ഞി നിറച്ച് വെക്കണം. ആ പഞ്ഞിയുടെ ഓരോ ഷേപ്പാണ്. ഇതിന് മുമ്പേ സ്ട്രോബെറി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഞ്ഞി അതിൻ്റെ അകത്ത് വെക്കുന്നതാണ് ആ ഒരു ഷേപ്പാക്കി എടുക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ചെറിയൊരു ഷേപ്പാക്കി എടുക്കുകയാണ്. മോൻ ഇതൊക്കെ വളരെ കൗതുകത്തോടെയാണ് അവരിത് കാണുന്നത് തന്നെ. കാരണം ഓരോന്ന് നമ്മൾ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ ഓരോ ഷേപ്പാക്കി വരുന്നത് ഭയങ്കര സന്തോഷമാണ് മോന്. കണ്ടില്ലേ, ഇത് നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു ഇത് നമ്മളൊരു ഏറ്റവും താഴത്തെ 2 സൈഡും നമ്മൾ തുന്നി തയ്ക്കുകയാണ് ചെയ്യുന്നത്. തയ്ക്കുകയെന്ന് വെച്ചാൽ വളരെ ഹാർഡ് വർക്കൊന്നുമല്ല. സൂചിയിൽ നൂല് കൊടുത്ത് കുറച്ച് ഡിസ്റ്റൻസിൽ നമ്മളത് ചുറ്റും റൗണ്ട് ചെയ്ത് തച്ചതിന് ശേഷം ആ ഒരു തച്ചെടുക്കുന്ന ആ ഒരു നൂലിലൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാമെങ്കിൽ അത് ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തോട്ട് ഞാനത് കോട്ടനെല്ലാം അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വേസ്റ്റ് ആയിട്ടുള്ള കോട്ടനുകളും അതിൻ്റെ സ്പോഞ്ചും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുമെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ച് ഇനി ആ ഒരു എൻ്റെ പോർഷൻ ആ ഒരു ഭാഗവും കൂടി ഞാനത് തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അതുപോലെ തന്നെ എല്ലാ ഷോർട്സിൻ്റെയും വീഡിയോസ് തൊട്ട് ഞാൻ ഇതിൻ്റെ പിറക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് വളരെ സ്പഷ്ടമായിട്ടാണ് ഓരോന്നും എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇതേപോലെ അതായത് എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്തെല്ലാം കാണുന്നു അതെല്ലാം അതേപോലെ ഞാൻ ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും എന്നിലുള്ളത്. ഇപ്പോൾ എന്തൊക്കെ കണ്ടാലും അതുപോലെ ഇനി ആ സ്ട്രിപ്സുകൾ ഇടുന്നതാണ്. കണ്ടില്ലേ, ഓൾറെഡി നമ്മൾ 2 സൈഡും തച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞ് ഇനി ആ ഒരു സ്ട്രിപ്സുകൾ അതിലുള്ള ആ സ്ട്രിപ്സുകൾ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ സിഗ്സാഗ് ലൈനോടുകൂടി അത് ഡാർക്ക് ഗ്രീൻ പ്ലസ് ലിറ്റിൽ ബ്ലാക്കും കൂടി ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി അത് എടുപ്പ് ആയിട്ട് തോന്നിയത്. വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്ന വലിയ ഹെയർ ബാൻഡ് വാങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി വലിയ വലുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെറിയ ഹെയർ ബാൻഡാണ്. ഇത് 10 റുപ്പീസേ ഉള്ളായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ വലിയൊരു ഹെയർ ബാൻഡ് ഇല്ല. 20 വലിയ ഹെയർ ബാൻഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 25 35 റുപ്പീസിന് കുറച്ചും കൂടി വലിയതാണെങ്കിൽ കുറച്ചും കൂടി വലിയ ഷേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എക്സിബിഷൻ ടൈമിനൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അവിടെ പോയി ഇരുന്ന് വേണമെങ്കിലും കൊച്ചുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട് ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ അത് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
ഇതെല്ലാം കുട്ടികളുടെ ഐറ്റംസുകൾ കുറേ ഇത് സ്റ്റാർട്ടിങ് അതും കൂടി ഇൻക്ലൂഡ് ഞാൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി മിസ് ചെയ്യണേന്ന്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിപ്പം ഈ സ്ട്രിപ്സുകളൊക്കെ വേണ്ടിയിട്ടാണ് ഡാർക്ക് പ്ലസ് ലിറ്റിൽ ബ്ലാക്കും കൂടി ആയപ്പോൾ നല്ല നല്ല എടുപ്പുണ്ട്. ലേശം ബ്ലാക്ക് മതി. അതിലൊരുപാട് ആ ബ്ലാക്കായിട്ട് തിരിച്ചറിയാത്ത രീതിയിലാണ് ബ്ലാക്ക് നമ്മൾ ചേർത്ത് കളർ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ലൈറ്റ് ഗ്രീനുണ്ട്. ലൈറ്റ് ഗ്രീൻ 2 സൈഡും കുറച്ച് നമ്മൾ കുറച്ചൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കണ്ടില്ലേ, കുഞ്ഞൊരു മിനി തണ്ണിമത്തനായി കഴിഞ്ഞ് എന്ത് നല്ല ഭംഗിയോടുകൂടി നമ്മളൊരു ഹെയർ ബാൻഡ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോരോ ഐറ്റംസായിട്ട് ഇനിയും ചെയ്യാനുണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രിപ്സുകൾ ലൈൻസുകൾ കറക്റ്റ് അതേപോലെ അത് സിഗ്സാക്ക് ലൈനോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ആണ്ടാ സിഗ്സാക്ക് ലൈൻ ഇട്ടോ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു മിനി ഇതായിരിക്കും. ഇതിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഹാഫ് കട്ടിങ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാട്ടർ മെലനാണ്. അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കതങ്ങ്. ഇതിപ്പം ചെറിയ ഐറ്റം. ഇതിലും വലുതായിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ 2 ഹെയർ ബാൻ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി വലിപ്പം കിട്ടും. ഇതിൽ വലിയ ഹെയർ ബണ്ണുണ്ട് കണ്ടില്ല. അപ്പം അത് നമ്മൾ ഓൾറെഡി കളർ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഓരോ സ്ട്രിപ്സുകൾ ഇനി വെച്ചാൽ ആ ലൈറ്റ് ഗ്രീൻ കളറാണ് ഈ 2ൻ്റെയും മുകൾ ഭാഗത്ത് നമ്മളത് കളർ ചെയ്തെടുക്കുന്നത്. എത്രത്തോളം പെർഫെക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഈ ലൈറ്റ് ഗ്രീൻ പ്ലസ് വൈറ്റും കൂടി ഇട്ടാൽ കുറച്ചും കൂടി പെർഫെക്ഷനായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ല, 2 സൈഡും അതേപോലെ തന്നെ കളർ ചെയ്യുന്നത്. 2 സൈഡും ലൈറ്റ് ഗ്രീൻ ആണ് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ ആ ലീവ്സിൻ്റെ കളറാണ് ഇവിടെ ലൈറ്റ് ഗ്രീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഡാർക്ക് ഗ്രീൻ പ്ലസ് വൈറ്റ് അല്ല, സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് ഗ്രീൻ കളർ അതിൽ ഓൾറെഡി കിട്ടും. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകണം കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെല്ലോ ടേപ്പിൻ്റെ കാർഡാണ്. അത് കട്ട് ചെയ്ത് അതിൽ ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് അതെന്ന് പറഞ്ഞാൽ സ്പോഞ്ചാണ്. സ്പോഞ്ച് കട്ട് ചെയ്ത് അതിൽ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു കളറാണ് ഏറ്റവും അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഹെയർ ബാൻഡിൻ്റെ തന്നെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈറ്റ് യെല്ലോ പ്ലസ് വൈറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് കുറച്ചും കൂടി എടുപ്പ് കട്ടിങ് ചെയ്ത ഭാഗം പോലെ പോർഷൻ തോന്നിയത്. എന്നിട്ടെന്ന് വെച്ചാൽ റെഡ് കളർ ഇട്ട് നമ്മൾ ഷെയ്ഡ് ഇട്ട് ഓൾറെഡി പിങ്ക് അതിലുണ്ട് കണ്ടില്ലേ. ആ ഒരു കുരുവിനും നമ്മൾ ബ്ലാക്ക് ഇട്ടപ്പോൾ മനോഹരമായിട്ട് നമുക്ക് ഫുള്ളി ചെയ്തെടുക്കാം.